നമ്മളെ ഏറ്റവും സ്വാധീനിച്ച കവിയായിരുന്നു വയലാർവർമ്മ. ഇന്നും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവിയായിരുന്നു വയലാർ. വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായി. നമുക്കറിയാം, ഏതാണ്ട് 40-47 വയസ്സുള്ളപ്പോൾ കടന്നു പോകാനുള്ള നിർഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സാ പിഴവിൽ അങ്ങനെ സംഭവിച്ചു വന്ന പിൽക്കാലത്ത് ഏഴാച്ചേരി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇതേ വയലാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. വേരുകൾ ഉറപ്പിക്കാൻ കഴിയാത്തവരാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. അത്തരം അഭയ സഞ്ചാരങ്ങളുടെ കഥയാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ. വേരുകൾ ഇല്ലാതാക്കപ്പെട്ടവരുടെ നിസ്സംഗതയും അവരുടെ ദുഃഖവും ഒക്കെയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തമായി മാറിയത്. വേരുകൾ ഇല്ലാതായാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മൾ അടിസ്ഥാനപരമായി ചോദ്യം ഓർക്കാൻ സന്തോഷിൻ്റെ നോവൽ ഒരു നിമിത്തമായി എന്ന് മാത്രം. നമ്മൾ ആ കഥ കൺമുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഗസയിലേക്ക് നോക്കൂ. എത്ര കുട്ടികളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്, എത്ര സ്ത്രീകൾ. ഗസയിലെ ജനങ്ങളുടെ വേരറുത്തു മാറ്റൽ എന്ന യാഥാർത്ഥ്യം നമ്മൾ അതിതീക്ഷ്ണമായി അനുഭവിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. തപോമയിയുടെ അച്ഛനിലെ കഥാപാത്രമായ ഗോപാൽ ബറുവ പറയുന്നത്, ആകാശം അവസാനിച്ചാലും പക്ഷികൾ മറ്റൊരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരും. ആ ഉറപ്പ് പോലും ഇല്ലാത്തവരാണ് ഗസയിലെ മനുഷ്യർ. പേരുകളും ആകാശവും ഇല്ലാതായവർ. ചരിത്രത്തിൽ മുറിവേറ്റ് രക്തം വാർന്നുപോയ പലസ്തീനിയൻ ജനതയുടെ കവി മഹമ്മൂദ് ദർവീഷ് ചോദിക്കുന്നുണ്ട്, ആകാശം തീർന്നുപോയാൽ പക്ഷികൾ എവിടേക്ക് പറക്കും എന്ന്. അതിർത്തികൾ നിരന്തരം മാറ്റപ്പെടുന്നു. ഗോപാൽ ബറുവ പറഞ്ഞതുപോലെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് നിസ്സഹായരായ മനുഷ്യർ എത്തിപ്പെടുമോ? ആരുടെയോ കളിയിലെ കരുക്കളായ പാവം നിസ്സഹായരായ മനുഷ്യർ, അവരാണ് അഭയാർത്ഥികൾ. വേരില്ലാത്തവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് കൂടുതൽ ഗൗരവം വരുന്നത്. ആകാശം അതിരുകളില്ലാതെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ആകാശം നഷ്ടപ്പെട്ടു പോയവരാണ് ഗസയിലെ പാവം മനുഷ്യർ. അവരെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വയലാർ പുരസ്കാരവും മനസ്സിൽ വെച്ച് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.